നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ യുവദാസാണ് PV അൻവറെന്നും നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇനി അറിയേണ്ടത് അൻവറിന്റെ നിലപാടുകൾ. UDF നിന്ന് മാന്യമായ പരിഹാരം പ്രതീക്ഷിക്കുന്ന അൻവറിനുള്ള മറുപടി എന്താകും? ചോദ്യങ്ങൾ ബാക്കിയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്ന് MV ഗോവിന്ദൻ. ചരിത്രം ഇടതിന് അനുകൂലമെന്ന M സ്വരാജ്. UDF നിന്ന് വൈകിട്ടോടെ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തുടർ നീക്കം പ്രഖ്യാപിക്കുമെന്ന് PV അൻവർ. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അടൂർ പ്രകാശ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 3 മരണം. കണ്ണൂരും മലപ്പുറത്തും ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതായി. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. മരം കടപുഴകി വീണ് പലയിടത്തും വ്യാപക നാശനഷ്ടം. ഒട്ടേറെ വീടുകൾ തകർന്നു. പലയിടത്തും വെള്ളക്കെട്ട്. പ്രളയ സാഹചര്യമില്ലെന്നും അണക്കെട്ടുകൾ തുറക്കുമെന്നും മന്ത്രി K രാജൻ. മഴക്കെടുതിയിൽ കനത്ത നാശനഷ്ടമെന്ന് മന്ത്രി K രാജൻ. അടുത്ത മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. KTU മുൻ VC സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യം തടഞ്ഞുവെച്ച കേസിൽ സർക്കാരിന് തിരിച്ചടി. വിരമിക്കൽ ആനുകൂല്യം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. 2 ആഴ്ചയ്ക്കകം മുഴുവൻ ആനുകൂല്യങ്ങളും നൽകണമെന്ന ഡിവിഷൻ ബെഞ്ച്. മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഗൂഢാലോചന ആരോപിച്ച നടൻ ഉണ്ണി മുകുന്ദൻ DGPക്ക് പരാതി നൽകി. ഉണ്ണിയുടെ വാദം അടിസ്ഥാനരഹിതമെന്ന പരാതിക്കാരൻ വിപിൻ കുമാർ. IPL എലിമിനേറ്ററിൽ മുംബൈ ഇന്ന് ഗുജറാത്തിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്നും PV അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF ഉറച്ച ആത്മവിശ്വാസത്തിലാണെന്നും തുടർ ഭരണത്തിന്റെ നാന്ദിയായി മാറുമെന്നും M സ്വരാജും പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന CPIM ചിഹ്നത്തിൽ CPIM സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട്. ഈ 2 അനുഭവവും നിലമ്പൂരിനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല. ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട്. പക്ഷെ അവരെല്ലാം
കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതിന് കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ LDF ഗവൺമെൻറ്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട്. ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യഘട്ടം മുതൽ ഉയർന്നു വന്നിരുന്ന പേരായിരുന്നു M സ്വരാജ് എന്നത്. അതിനിടെ അൻവറുമായുള്ള ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് CPM-ന്റെ പ്രഗത്ഭനായ നേതാവിനെ ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും CPM സെക്രട്ടേറിയറ്റിലാണ് ഇന്ന് ഇത് സംബന്ധിച്ച അവസാന തീരുമാനമുണ്ടാകുന്നത്. അത് നമുക്കറിയാം, പല പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ M സ്വരാജിന്റെ പേര് ഉയർന്നു വന്നത്. M സ്വരാജിനെ വളരെ സജീവമായി തന്നെ പാർട്ടി പരിഗണിക്കുകയും ചെയ്തിരുന്നു. എന്ത് തന്നെയായാലും പാർട്ടിക്ക് വലിയൊരു മുൻതൂക്കം ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിമാന പോരാട്ടമായി കാണുന്ന മണ്ഡലത്തിൽ CPM-ന്റെ തന്നെ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്ന ആവശ്യത്തിന്മേലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ തന്നെ നിയമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് M സ്വരാജിനോട് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന, നേരത്തെ നമുക്കറിയാം PV അൻവർ LDF-ന്റെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അതിനാൽ തന്നെ പലപ്പോഴും പാർട്ടി ജയിക്കുകയും ജയം നേടിയിട്ടുള്ള മണ്ഡലം തന്നെയാണ്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയാണ് ആ മണ്ഡലത്തിൽ LDF-നുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ മുന്നണിയെ ഉറ്റുകൊടുത്തുകൊണ്ടാണ് UDF-ലേക്ക് പോയത് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് കാണുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലുമൊക്കെ വിജയം നേടാൻ M സ്വരാജിന് കഴിയും എന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരൻ എന്ന നിലയിലും സ്വരാജ് മണ്ഡലത്തിൽ ഏറെ സ്വീകാര്യനാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. UDF തർക്കങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാൻ തന്നെ ഇതുവരെയും UDF-ന് കഴിയാത്ത ഒരു സാഹചര്യം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ UDF വളരെ ബുദ്ധിമുട്ടി മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ഏറെ വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് എന്ന കാര്യവും സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ മത്സരം നിലവിൽ ഇപ്പോൾ ആരുമായിട്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു PV അൻവർ കൂടി മത്സര രംഗത്തേക്ക്. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ആര് മത്സര രംഗത്തേക്ക് വന്നു എന്ന് പറഞ്ഞാലും പ്രശ്നമുള്ള കാര്യമല്ല. അത്രയ്ക്ക് പാർട്ടിക്ക് മണ്ഡലത്തിൽ അത്രയ്ക്ക് സ്വാധീനമുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം പ്രധാനമായും വ്യക്തമാണ്, LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അൻവറുമായി യോജിച്ചു പോകുന്നതിനുള്ള തീരുമാനമെടുക്കാൻ പോലും ഇതുവരെ UDF-ന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്ത് തന്നെയായാലും പലതവണ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സ്വരാജ് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം മാധ്യമങ്ങളോട് വളരെ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് നിലമ്പൂരിൽ പലതവണ LDF വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണ തനിക്ക് അവിടെ ലഭിക്കും, അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ വിജയം ഉറപ്പാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. LDF വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനങ്ങളുടെ, അതായത് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഭരണ തുടർച്ചയുടെ മുന്നോടി കൂടിയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തു തന്നെയായാലും പാർട്ടി കൃത്യമായ വിജയം ഇവിടെ നേടും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ
കർഷക ഇതിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കർഷക അവർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കെട്ടിവെക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയായി തുക കെട്ടിവെക്കുന്നതിനുള്ള തുക കൈമാറിയിരിക്കുന്നത്. അല്പം മുമ്പ് ആ ചടങ്ങും ഇവിടെ തന്നെ നടക്കുകയുണ്ടായി. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് എം സ്വരാജ് തയ്യാറെടുത്തിരിക്കുന്നത്. അൻവറിന് നേരത്തെ PV അൻവർ മത്സര രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അതിനെ കാണുന്നത് എന്ന ചോദ്യത്തിന് PV അൻവർ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുപോകാൻ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതിനാൽ തന്നെ ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. നാളെ മണ്ഡലത്തിലേക്ക് അദ്ദേഹം എത്തും. ഇപ്പോൾ തന്നെ അവിടെ പ്രചരണ പരിപാടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബൈക്ക് റാലി അടക്കം മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തിനായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടാണ് എം സ്വരാജ് LDFന്റെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു പകൽ കൂടി PV അൻവർ കാത്തിരിക്കും. ഇന്ന് വൈകിട്ട് നടക്കുന്ന UDF യോഗം വരെ കാത്തിരിക്കാനാണ് അൻവറിന്റെ തീരുമാനം. കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലും വഴങ്ങാത്ത സാഹചര്യത്തിൽ നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കണമെന്നതായിരുന്നു ഇന്നലെ ചേർന്ന തൃണമൂൽ കോൺഗ്രസ് നേതൃയോഗത്തിന്റെ തീരുമാനം. ഇന്ന് നടക്കുന്ന പ്രവർത്തക സമിതിയിൽ മത്സരത്തിന് അംഗീകാരം നൽകാനുമായിരുന്നു നീക്കം. എന്നാൽ ഇതിനിടയിലും UDFിലെ പല നേതാക്കളുമായി അൻവർ ചർച്ച തുടർന്നു. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDFിലെ പല നേതാക്കളും അൻവറിനെ പിണക്കാതെ കൂടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അൻവർ വിഷയത്തിൽ ഇന്ന് ചേരുന്ന UDF യോഗത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ മയപ്പെടുന്നത്. UDF യോഗം കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം. വളരെ ഉത്തരവാദിത്തപ്പെട്ട UDFിന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരേ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്. എന്നാൽ അൻവറിന് ഒരു കാരണവശാലും വഴങ്ങരുതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് UDF എങ്ങനെ മറികടക്കും എന്നതാണ് ചോദ്യം. നിലമ്പൂരിലെ അനുകൂല സാഹചര്യം പരസ്പരം പോരടിച്ച് നശിപ്പിക്കരുതെന്ന വാദവും UDFിൽ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ പകലോടുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത കൈവരും. അമൃത ന്യൂസ്, മലപ്പുറം. PV അൻവറിന്റെ മുദ്രാവാക്യവും UDFിന്റെ മുദ്രാവാക്യവും ഒന്നാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അൻവർ UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ നിമിഷം വരെയുള്ള പ്രതീക്ഷയെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന തത്വമാണ് UDFിനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവറും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ UDF എന്നുള്ള നിലയിൽ കോൺഗ്രസും ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്ന് തന്നെയാണ്. അൻവർ ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും എൻ്റെ വിശ്വാസം. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അൻവർ ഇന്ന് ഏതോ 9 മണിക്കൂറിന്റെ പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പത്രസമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൻവറിന്റെ സഹകരണം UDFിന് അനുകൂലമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം റിപ്പോർട്ട് ചെയ്തു. ട്രെയിനുകൾ പലതും വൈകിയോടുന്നു. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനം വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. 7 വള്ളങ്ങൾ കാണാനില്ല. മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ഉച്ചയ്ക്ക് ശേഷം തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് തുടരുന്നത്. മഴക്കെടുതിയിൽ 3 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കുമെന്നാണ് പ്രവചനം. മലയോര മേഖലയിൽ അതീവ ജാഗ്രതയാണ്. ട്രാക്കിൽ മരം വീണ് പലയിടത്തും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രെയിനുകൾ പലതും വൈകി ഓടുകയാണ്. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് മത്സ്യബന്ധനത്തിന് പോയ ഒരാൾ മരിച്ചു. 7 വള്ളങ്ങൾ മടങ്ങിയെത്തിയിട്ടില്ല. പുല്ലുവിള സ്വദേശി തതയൂസാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയ 5 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം വാഫിന് സമീപം ഇന്നലെ രാത്രിയാണ് മറിഞ്ഞത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു.
കാണാതായ വള്ളത്തിലുള്ളവർക്കായി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. നെയ്യാറ്റിങ്കര, കാട്ടാക്കട താലൂക്കുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മരം കടപുഴകി വീണ് 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇപ്പോഴുള്ള ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് പ്രവചനം. ഉച്ചയ്ക്ക് ശേഷം തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കും. അതേസമയം ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെ പ്രവചിച്ചിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോന്നി, മല്ലപ്പള്ളി, തിരുവല്ല എന്നിവിടങ്ങളിലായി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മണിമലയാർ കരകവിഞ്ഞ് തിരുവല്ല നഗരസഭയിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരം, മംഗലശ്ശേരി, ആറ്റുമാലി, പുളിക്കത്രക്കുഴി എന്നീ പ്രദേശങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയത്. ഇതേ തുടർന്ന് പ്രദേശവാസികളെ തിരുമൂലപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഏതാണ്ട് 70ഓളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. മണിമലയാറ്റിൽ നിന്നും നേരിട്ട് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണിത്. ഒപ്പം കോന്നി, മല്ലപ്പള്ളി എന്നിവിടങ്ങളിലും ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വനമേഖലയിലടക്കം മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. ശക്തമായ കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് വരുത്തിയത്. 18 വീടുകൾ ഭാഗികമായി തകർന്നു. 150ഓളം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നതിനാൽ സീതത്തോട്, ആങ്ങമൂഴി എന്നിവിടങ്ങളിലെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിന് സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. മധ്യകേരളത്തിൽ കനത്ത മഴ തുടരുന്നു. ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 അണക്കെട്ടുകൾ തുറന്നു. നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. എറണാകുളത്തെ കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നു. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇടുക്കിയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 അണക്കെട്ടുകൾ തുറന്നതോടെ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വൈദ്യുതി തടസ്സപ്പെട്ടു. കഴിഞ്ഞയാഴ്ച മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും പ്രശ്നമുണ്ടായത്. 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നത്. കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞു. നിരവധി ഇടങ്ങളിൽ വെള്ളം കയറി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 21 ദുരിതാശ്വാസ ക്യാമ്പിലായി 300-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. പ്രധാന നദികൾ കരകവിഞ്ഞതോടെ ഗ്രാമീണ സർവീസ് റോഡുകളിൽ ഗതാഗതം നിലച്ചു. തലവടി പഞ്ചായത്തിലെ കുതിരച്ചാൽ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ബന്ധുവീടുകളിലേക്ക് മാറി. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ അപ്പർ കുട്ടനാട്ടിലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി വഴി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള താമസമാണ് അപ്പർ കുട്ടനാടിനെ വെള്ളത്തിൽ മുക്കുന്നത്. അങ്കമാലിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മധുരപ്പുറം പാലത്തിനടുത്തു നിന്ന വാഗമരം കടകൾക്ക് മേലെ പതിക്കുകയായിരുന്നു. കൂത്താട്ടുകുളത്ത് മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരണപ്പെട്ടു. തിരുമാറാടി സ്വദേശി അന്നക്കുട്ടിയാണ് മരിച്ചത്. തീരമേഖലകളിൽ കനത്ത മഴയും കടലാക്രമണവും തുടരുകയാണ്. കണ്ണമാലി പ്രദേശത്ത് കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. ജിയോ ബാഗുകളോ മറ്റ് സംവിധാനങ്ങളോ സ്ഥാപിക്കാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇതുവരെ 182 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 3 വീടുകൾ പൂർണ്ണമായും 179 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശവും മരം കടപുഴകിയുള്ള അപകടങ്ങളും ജില്ലയിൽ പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ടാണ്. കണ്ണൂരും മലപ്പുറത്തും വെള്ളത്തിൽ വീണ 2 പേരെ കാണാതായി. വയനാട്ടിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരുന്നു. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ മഴ അതിശക്തമായി തുടരുകയാണ്. പലയിടത്തും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. നിരവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കണ്ണൂർ താവക്കരയിൽ 50 കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്. റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. വയനാട്, കോഴിക്കോട് ജില്ലകളിലും നിരവധി കുടുംബങ്ങൾ ക്യാമ്പിലാണ് കഴിയുന്നത്. കനത്ത മഴയിൽ വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് ഹൈസ്കൂൾ റോഡിലെ താൽക്കാലിക പാലം ഒഴുകിപ്പോയി. മലയോര മേഖലകളിൽ ജാഗ്രത തുടരുകയാണ്. മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളിൽ ഇറങ്ങാനോ നദികൾ മുറിച്ചു കടക്കാനോ പാടുള്ളതല്ല.
അപകട സാധ്യതാ മേഖലയിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിലും വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കനത്ത മഴ വടക്കൻ കേരളത്തിലെ റെയിൽ ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ശക്തമായ മഴ പെയ്യുന്ന കാസർഗോഡ് ജില്ലയിൽ മലവെള്ളപ്പാച്ചിലിൽ ചട്ടൻചാലിൽ ദേശീയപാത തകർന്നു. മഞ്ചേശ്വരം മജിബയലിൽ കാർ ഒലിച്ചുപോയി. വെള്ളക്കെട്ട് രൂക്ഷമായി പലയിടങ്ങളിലും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മഴ കനത്ത കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാത ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശത്ത് വിവിധയിടങ്ങളിലായി തകർന്നു. പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ച് വാഹനങ്ങൾ സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലം വഴി തിരിച്ചുവിട്ടു. മഞ്ചേശ്വരം താലൂക്കിലെ മജിബയലിൽ വയലരികിൽ നിർത്തിയിട്ട കാറും ബൈക്കും വെള്ളത്തിൽ ഒലിച്ചുപോയി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം വാഹനങ്ങൾ വീണ്ടെടുത്തു. വെള്ളം കുത്തിയൊഴുകി മജിബയൽ മുകളി റോഡ് തകരുകയും ചെയ്തു. പ്രദേശത്തെ 15ഓളം വീടുകൾ വെള്ളത്തിലാണ്. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ പള്ളിയിലും മദ്രസയിലും വെള്ളം കയറി. മണ്ണിടിച്ചിലിനെ തുടർന്ന് മലയോരപാതയിൽ നന്താരപ്പതവ് ചേവാർ റൂട്ടിലും ഗതാഗതം നിരോധിച്ചു. കാസർഗോഡ് താലൂക്കിലെ മുളിയാർ വില്ലേജിൽ 18 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. മംഗളൂരുവിൽ വീടിന് മുകളിലേക്ക് കുന്നിടിഞ്ഞു വീണ അപകടം, ഒരാൾ മരിച്ചു. 65 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. അമ്മയും കുഞ്ഞും തകർന്ന വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഉള്ളാൾ സ്വദേശി കാന്തപ്പ പൂജാരിയുടെ വീടാണ് തകർന്നത്. കാന്തപ്പ പൂജാരിയുടെ ഭാര്യ പ്രേമ പൂജാരിയാണ് മരണപ്പെട്ടത്. ഇവരുടെ മകന്റെ ഭാര്യ അശ്വിനി, 3ഉം 2ഉം വയസ്സുള്ള മക്കളായ ആര്യൻ, ആരുഷ് എന്നിവരാണ് വീടിനകത്ത് കുടുങ്ങിയിട്ടുള്ളത്. ഡോക്ടർ സിസ തോമസ് കേസിൽ സർക്കാരിന് വൻ തിരിച്ചടി. പെൻഷൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും 2 ആഴ്ചയ്ക്കകം പൂർണ്ണമായും നൽകണമെന്ന് ഹൈക്കോടതി വിധിച്ചു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിന് മുഴുവൻ വിരമിക്കൽ ആനുകൂല്യങ്ങളും ഉടൻ തന്നെ നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. അച്ചടക്ക നടപടി ചൂണ്ടിക്കാട്ടി വിരമിക്കൽ ആനുകൂല്യം നിഷേധിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള അധികാര തർക്കത്തിൽ ബലിയാടാക്കപ്പെട്ട വ്യക്തിയാണ് സിസ തോമസ്. സർക്കാരിന്റെ പട്ടിക മറികടന്ന് ഗവർണർ സിസ തോമസിനെ VC-ആയി നിയമിച്ചതു മുതൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. നിയമനം നിയമപരമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചുവെങ്കിലും കാലാവധി പൂർത്തിയായതുകൊണ്ട് സിസ തോമസിന്റെ പദവി റദ്ദാക്കിയിരുന്നില്ല. വിരമിക്കൽ ആനുകൂല്യം നൽകാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിട്ടും സർക്കാർ അനുസരിച്ചില്ല. ഇതേ തുടർന്നാണ് സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഗൂഢാലോചന ആരോപിച്ച നടൻ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. DGPക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമാണ് പരാതി നൽകിയത്. മാനേജറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഉണ്ണി മുകുന്ദന്റെ നീക്കം. അതേസമയം ഗൂഢാലോചന എന്ന ഉണ്ണിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പരാതിക്കാരൻ വിപിൻ കുമാർ പ്രതികരിച്ചു. മാനേജരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് നടൻ ഉണ്ണി മുകുന്ദൻ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി DGPക്കും ADGPക്കും പരാതി നൽകിയിരിക്കുന്നത്. നടൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പരാതി നൽകിയ വിവരം അറിയിച്ചത്. നീതി തേടി DGPക്കും ADGPക്കും പരാതി നൽകിയതായും സത്യം പുറത്തുവരുമെന്നും ഉണ്ണി മുകുന്ദൻ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഈ യാത്രയുടെ അവസാനം സത്യം വിജയിക്കുമെന്നും നടൻ കുറിച്ചു. തനിക്ക് വധഭീഷണിയുണ്ടെന്നും ജീവനും കരിയറിനും ഭീഷണിയുണ്ടെന്നും ഉണ്ണി മുകുന്ദന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2 ദിവസം മുൻപാണ് ഉണ്ണി മുകുന്ദനെതിരെ മാനേജർ വിപിൻ പരാതി നൽകിയത്. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ചോദ്യം ചെയ്തു മർദ്ദിച്ചു എന്നതായിരുന്നു വിപിന്റെ ആരോപണം. കേസിൽ ഇൻഫോ പാർക്ക് പോലീസ് വിപിൻ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിപിൻ പ്രതികരിച്ചു. മർദ്ദിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് നിലവിൽ ഉണ്ണി മുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ താൻ മർദ്ദിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ നടക്കുന്ന സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണ് വിപിന്റെ പരാതിയെന്നുമായിരുന്നു ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് നടൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പായ്വഞ്ചിയിൽ കടലിലൂടെ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ എന്ന ചരിത്ര നേട്ടം കൈവരിച്ച കോഴിക്കോട് സ്വദേശി K ദിൽനയും തമിഴ്നാട്ടുകാരി A രൂപയും 8 മാസത്തിനിടെ 1.5 ലക്ഷം കിലോമീറ്റർ പിന്നിട്ടാണ് ലോകം ചുറ്റിയത്. നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ഇരുവരും ഇന്നലെ ഗോവൻ തീരത്ത് തിരിച്ചെത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ ഇവരെ സ്വീകരിക്കാനെത്തി. ഗോവയിൽ നിന്ന് 2024 ഒക്ടോബർ 2-നാണ് ഇവർ യാത്ര പുറപ്പെട്ടത്. 4 ഭൂഖണ്ഡങ്ങൾ, 3 സമുദ്രങ്ങൾ, 3 കടലിടക്കുകൾ എന്നിവ പിന്നിട്ടാണ് മടങ്ങിയെത്തിയത്. നാവികസേനയുടെ പായ്വഞ്ചിയായ തരിണിയിലാണ് വെല്ലുവിളികളും സാഹസികതകളും നിറഞ്ഞ ദൗത്യം പൂർത്തിയാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായാണ് 2 വനിതകൾ പായ്വഞ്ചിയിൽ നാവികസാഗർ പരിക്രമ 2 പൂർത്തിയാക്കിയത്. ആദ്യ ലോക പര്യടനം നടത്തിയ മലയാളിയായ കമാൻഡർ
അഭിലാഷ് ടോമിയിൽ നിന്ന് ഇരുവരും പരിശീലനം നേടിയിരുന്നു. വേടനെതിരെ പരാമർശം നടത്തിയ കേസിൽ കേസരി മുഖ്യ പത്രാധിപർ NR മധുവിന് സ്റ്റേഷൻ ജാമ്യം. കൊല്ലം കിഴക്കേ കല്ലട സ്റ്റേഷനിലായിരുന്നു കേസ്. NR മധുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചുതന്നെ നിൽക്കുന്നുവെന്ന് NR മധു പറഞ്ഞു. വേടൻ എന്ന കലാകാരനെയല്ല, വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. IPL എലിമിനേറ്ററിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതലാണ് മത്സരം. പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതുവരെ മികച്ച രീതിയിൽ കളിച്ച ഗുജറാത്ത് അവസാന 2 കളിയിൽ തോറ്റതിന്റെ ക്ഷീണത്തിലാണ് നിർണായക പോരാട്ടത്തിനെത്തുന്നത്. ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ ഓപ്പണിംഗ് ജോഡിയാണ് ടീമിന്റെ കരുത്ത്. തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം മികച്ച ഫോമിലേക്ക് ഉയർന്ന ടീമാണ് മുംബൈ. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.